എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേക്കുള്ളൊരു ഡിവൈൻ ഗൈഡൻസ് ആണ് തരുന്നത്. 10 ഓഫ് കപ്സ് പറയുന്നത്, നിങ്ങളിൽ പലരും ഇന്നും പഴയ വേദനകൾ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് എന്നതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ നഷ്ടപ്പെട്ടതിലേക്ക് ഇപ്പോഴും നോക്കുന്നത് വെറുതെയാണ്. അതേസമയത്ത് ഭഗവാൻ നിങ്ങൾക്കായി ഇനിയും സൂക്ഷിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പോകുന്നുണ്ട്. ഇതൊരു കുറ്റപ്പെടുത്തലല്ല, പക്ഷേ ഭഗവാൻ തരുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അടുത്തത് ക്യൂൺ ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ കാർഡ് പറയുന്നത്, നിങ്ങൾ നല്ല മനസ്സുള്ള ആളാണ്. മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കുന്നവരും എല്ലാവർക്കും നിങ്ങൾ ടൈം കൊടുക്കുകയും എല്ലാവർക്കും ആശ്വാസമാകുന്ന ഒരാളാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ കരുണ കാണിച്ചിട്ടുണ്ടോ എന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സെൽഫ് കെയർ ചെയ്യാൻ പറയുന്നുണ്ട്. സെൽഫ് വർത്ത് അറിയുവാനും സെൽഫ് ലവ് ചെയ്യാനും പറയുന്നുണ്ട്. അടുത്തത് 10 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ കാർഡ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും വരികയാണ്. നിങ്ങളുടെ ബന്ധങ്ങളിലൊക്കെ നല്ല മാറ്റം വരുന്നു എന്നും പറയുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച എല്ലാ വേദനകളും വെറുതെ ആയിരുന്നില്ല, അത് നിങ്ങളെ ഈ സന്തോഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു എന്നും പറയുന്നുണ്ട്. അടുത്തത് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതൊരു പുതിയ തുടക്കത്തിലേക്കും പുതിയൊരു അവസരത്തിലേക്കും നിങ്ങൾ വരികയാണ് എന്നും പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു പുതിയ ജോലി അല്ലെങ്കിൽ ഒരു പുതിയ ഹയർ സ്റ്റഡീസിനുള്ള ഒരു സാധ്യതയും പുതിയ ബിസിനസ്സിന് വേണ്ടിയുള്ള ഒരു ഐഡിയ ഒക്കെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് വലിയതായി തോന്നാതിരിക്കാം, പക്ഷേ നിങ്ങൾ വിശ്വസിക്കേണ്ടതാണ്. നിങ്ങളുടെ ഭാവിയിൽ വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ് വരാൻ പോകുന്നത് എന്നും പറയുന്നുണ്ട്. ഇത് സീരിയസ് ആയി എടുക്കുവാനും പറയുന്നുണ്ട്. അടുത്തത് 7 ഓഫ് കപ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു ചെറിയ മുന്നറിയിപ്പാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടാകാം. എല്ലാം ഒരുപോലെ നല്ലതായി തോന്നാം, പക്ഷേ എല്ലാം നിങ്ങൾക്കുള്ളതല്ല, എല്ലാം സത്യവുമല്ല എന്ന് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത് അത് കേൾക്കുവാനും അത് ശ്രദ്ധിക്കാനും പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് അത് കേൾക്കുവാനും അത് ശ്രദ്ധിക്കാനും പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ഷൻ തരും, അത് കേൾക്കുവാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പഴയ വേദനകളെല്ലാം വിടുവാനും നിങ്ങളോട് തന്നെ നിങ്ങൾ സ്വയം സെൽഫ് ലവ് ചെയ്യാനും ദയ കാണിക്കാനും പറയുന്നുണ്ട്. ചെറിയ തുടക്കങ്ങളെ നന്നായിട്ട് വാല്യൂ ചെയ്യാനും ആശയക്കുഴപ്പത്തിലല്ല, ഒരു ക്ലാരിറ്റിയിലാണ് നിങ്ങൾ ഡിസിഷനൊക്കെ എടുക്കേണ്ടത്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച എല്ലാ ഇതും മാറി നിങ്ങൾക്ക് ലൈഫിലേക്ക് ഒരു പോസിറ്റീവ് ഇത് വരാൻ പോവുകയാണ്. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.